ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നുള്ളതാണ്. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഗേറ്റിന് തൊട്ട് വെളിയിൽ തന്നെ ഉണ്ട്. വി ശിവദാസൻ അടക്കമുള്ള നേതാക്കളെ നമുക്ക് അവിടെ കാണാം. അവിടെ നിന്ന് ഇപ്പോൾ CRPF എനിക്കൊന്ന് റെയ്ഡ് അവസാനിച്ച് അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുകയാണ് എന്ന് തോന്നുന്നു. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ വെളിയിൽ വലിയ തോതിൽ CPM പ്രവർത്തകരുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. CK വിജയനുണ്ട്. CPM പ്രവർത്തകരുടെ ഒരു വലിയ നിര ഇപ്പോൾ പുറത്ത് കാണാം. ഇപ്പോൾ CRPF ഉദ്യോഗസ്ഥർ ഗേറ്റ് തുറക്കുന്നതായാണ് അല്ലെങ്കിൽ തുറക്കാൻ ഒരുങ്ങുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. റെയ്ഡ് അവസാനിച്ചോ അവിടെ? റെയ്ഡ് അവസാനിച്ചു എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെയും ഇതുപോലെ ഇതിന് സമാനമായ ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷേ അതിന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കാരണം അത് അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ഏതാണ്ട് അതിന് സമാനമായി തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ രാവിലെ ഉദ്ദേശിച്ചതുപോലെയല്ല, കുറെ കൂടി ശക്തമായ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതിരോധം തീർക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് നേതാക്കന്മാരെല്ലാം തന്നെ അവരുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇപ്പോഴും ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണുള്ളത്. ഗേറ്റ് തുറക്കാനും മറ്റുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ പോലീസ് സന്നാഹത്തോടു കൂടിയായിരിക്കും ഇവരെ പുറത്തേക്ക് ED ഉദ്യോഗസ്ഥന്മാർക്ക് പുറത്തേക്ക് പോകാൻ കഴിയൂ. കാരണം പ്രതിഷേധം അത്രമാത്രം ഇവിടെയും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴും. വിജയൻ നോക്കൂ, ഇപ്പോൾ നേതാക്കളെ ആ ഗേറ്റിന് തൊട്ടടുത്തായി എനിക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പാർലമെന്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ. അപ്പോൾ ഈ ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്കിനി ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതിന് പോലീസ് സന്നാഹം ഒരുക്കുമോ? എന്താണ് അത് ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്? പോലീസിന്റെ സന്നാഹം മാത്രം കൊണ്ട് കാര്യമുണ്ടാകില്ല. കാരണം എത്ര തന്നെ പോലീസ് ഉണ്ടായാലും അവരൊക്കെ തടയാൻ പാകത്തിലുള്ള പാർട്ടി പ്രവർത്തകരും ആൾക്കാരും ഇവിടെയുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വികാരം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ തിരുവനന്തപുരത്തൊക്കെ നടന്നതുപോലെ പാർട്ടി നേതാക്കൾ തന്നെ ആഹ്വാനം ചെയ്യാതെ പ്രവർത്തകർ പിരിഞ്ഞു പോകും എന്ന് തോന്നുന്നില്ല. എന്ത് വന്നാലും പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിന്റെ സഹായത്തോടു കൂടി എളുപ്പം ഈ കോമ്പൗണ്ടിൽ പുറത്തേക്ക് കടക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമാകും എന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം പ്രശ്നം, അത്രമാത്രം പ്രതിഷേധം ഇപ്പോൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു MV ജയരാജൻ മൈക്കിലൂടെ എന്തോ സംസാരിക്കുന്നതിന്റെ ഒരു ചെറിയ ഓഡിയോ ഞാൻ കേട്ടു. അപ്പോൾ ഈ ED ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങണമെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റണമല്ലോ. നേതാക്കൾ അതിന് സന്നദ്ധരാണോ? ഇപ്പോഴത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ അതിശക്തമായ രീതിയിലുള്ള പ്രസംഗവും ആഹ്വാനം തന്നെയായിരുന്നു അല്പം മുൻപ് വരെയുള്ളത്. പക്ഷേ അവരെ പുറത്തേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. കാരണം നിയമപരമായി നടത്തുന്ന റെയ്ഡുകൾക്ക് അത്ര നേരം തടയാൻ കഴിയുമെന്നത് വേറെ നിയമപരമായ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ഇവിടെ ഉണ്ട്. പല രീതിയിലായിട്ട് ഒരു ഫ്രിക്ഷൻ ഇവിടെ നിലനിൽക്കുന്നു. നേതാക്കൾ പറയാതെ പ്രവർത്തകർ ഒരു ED ഉദ്യോഗസ്ഥനെയും പുറത്തേക്ക് വിടാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അത്രമാത്രം പ്രവർത്തകർ ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഈ നിലവിലുള്ള പോലീസിനെ വെച്ച് ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് കടക്കാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ പോലീസ് സേനയെ കൊണ്ടുവരേണ്ടി വരും. അത് പിന്നീട് അതിനേക്കാളും വലിയ സംഘർഷത്തിലേക്കോ മറ്റ് ഉന്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ KK രാഗേഷും വി ശിവദാസനും, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും രാജ്യസഭാ MP വി ശിവദാസനും വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നിട്ടുണ്ട്.